സുദേശേ ഇതെന്താ ട്രയല് 25,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ സർവീസ് ചെയ്ത പാർട്സാണ്. സർവീസ് ചെയ്ത് മാറിയ പാർട്സാ? ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ചെയിൻ സ്പോക്ക്, ക്ലച്ചൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇതേതാ വണ്ടി? GT. ഇന്റർസെപ്റ്റർ GT. ഇതെന്താ ഫ്യൂൽ ഫിൽറ്റർ അല്ലേ? അപ്പോൾ 25,000 കിലോമീറ്ററിൽ അങ്ങനെ കുറേ ഒരുപാട് പാർട്സ് മാറേണ്ടതായിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഓക്കെ, താങ്ക് യു. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗുകളും അതിൻ്റെ അഡാപ്റ്ററും മാറണം. വീൽ ബെയറിങ്, സ്പോക്കറ്റ് ബെയറിങ്, പിന്നെ കാലിപ്പറിൻ്റെ ഓറിങ്ങിറ്റ്, കേബിൾസ്, പിന്നെ ഗ്രിപ്പ്, ത്രോട്ടിൽ ബോഡി ക്ലീനിങ്, കോൺസെറ്റിൻ്റെ ടെസ്റ്റ് ക്യാപ്പ്, ഫോർക്ക് ഓയിൽ സീറ്റ് കിറ്റ്, പിന്നെ അതിൻ്റെ MC കിറ്റ് മാറണം. ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ സിംഗാംബുഷ് കിറ്റ്, ചെയിൻ സ്ലൈഡർ. ഇത്രയും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യണമെങ്കിൽ വണ്ടിക്ക് പൊതുവേ റണ്ണിങ്ങിന് വേറെ കംപ്ലൈൻസ് ഒന്നും കാണിക്കില്ല. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ സ്ഥിരം സർവീസ് ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ നമ്മൾ ഇതിനിപ്പോൾ ഈ വണ്ടി നമ്മുടെ സ്ഥിരം സർവീസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് വിചാരിക്കാം. ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ ഗ്യാരേജിൽ വന്നു, നമ്മൾ ഈ വണ്ടിക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും? എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് അവർക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും, ഉറപ്പല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ഥിരം ജനറൽ സർവീസും നമ്മുടെ സ്ഥിരം പീരിയോഡിക്കൽ സർവീസും ചെയ്യുന്ന വണ്ടിയാകുമ്പോൾ ഒരു മേജർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരുപാട് ലേബർ ചാർജ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അവർക്ക് അതൊരു നോർമൽ റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കാം. അത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ അല്ലേ? ഈ പറഞ്ഞാൽ മാറില്ലല്ലോ. ഓക്കെ.